ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ മിസ്റ്റർ JJSPP എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷിൻ്റെ പേരാണ് കൊള്ളി മുട്ട കുത്തിപ്പൊടിച്ചത്. വാ, നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യമായി നമ്മളിതാ ഇവിടെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത്തിരി പച്ചമുളകും വേപ്പിലയും ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതുണ്ടാവും. ഇനി നമ്മൾ മറ്റു പാത്രത്തിൽ നമ്മൾ എണ്ണയൊഴിച്ച് തീ കത്തിച്ച് നമ്മളതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകിട്ടു. ഇനി നമുക്കതിലേക്ക് മുട്ട മിക്സർ ഒഴിക്കാം. അതിനായിട്ട് നമ്മൾ മുട്ടയിലേക്ക് വേപ്പില, പച്ചമുളക് കുത്തിയെരിഞ്ഞത്, ഉപ്പ്, ഉള്ളി എന്നിവ നമ്മളതിലിട്ടത് ആ പാത്രത്തിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഓംലെറ്റ് എന്ന പോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുത്തി പൊരിക്കത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് എടുക്കണം. വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ വിട്ടു നല്ല വെള്ളം നമുക്ക് ഇതുപോലെ കുത്തി പൊരിച്ചെടുക്കണം. ഞാൻ മിക്സർ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. മുട്ട, ഉപ്പ്, പച്ചമുളക്, കടുക്, വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയത്, വെളുത്തുള്ളി എന്നിവ സാധനങ്ങൾ മുട്ടയിൽ ചേർത്ത് ഇട്ടതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച കപ്പയോടൊപ്പമുള്ള ആ കപ്പയും ഉള്ളിയും പച്ചമുളകും മുട്ട വേവിച്ച് വെച്ച ആ മിക്സറും കൂടി അതിലേക്ക് പതുക്കെ സാവധാനം ഇട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതിനെ കുത്തി പൊരിക്കലാണ്. ഇതുപോലെ കുത്തി നമുക്കതിനെ ഒന്ന് മെനക്കെട്ടതിനൊന്ന് അടിപൊളിയാക്കിയിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കതിനെ ആക്കിയെടുക്കാം. നമ്മൾ മുട്ട കുത്തിപ്പൊരിച്ചതെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇതും കുത്തിപ്പൊരിക്കണം. ഇതുപോലെ തന്നെ കപ്പ, മുട്ട ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ശരിക്കും മറ്റേ റോക്ക് ഐസ്ക്രീമിൻ്റെ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുത്തിപ്പൊരിക്കുക. പക്ഷേ ഇവിടെ ആ സാധനമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഹോം മെയ്ഡ് സ്റ്റൈലിലാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ലോണം കുത്തിപ്പൊരിക്കാം. വീഡിയോയിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇതുപോലെ നമുക്ക് കുത്തിപ്പൊടിക്കാം. ഇത് നമുക്ക് കളർ ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. ഞങ്ങളിവിടെ കുറച്ചേ ചേർക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ കളറും ടേസ്റ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ കൂടുതൽ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നല്ലവണ്ണം കുത്തി പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചെറുതായിട്ടുള്ള ലോ ഫ്ലെയിമിലൊന്നാണ് ഇടേണ്ടത്, ചെറിയ ഹൈ ഫ്ലെയിമിൽ ഇടണം. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും മഞ്ഞൾ മാത്രം ഇട്ടാൽ മതി. ഒരു പാനിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ പറയണമായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. നമ്മളതിലേക്ക് കുറച്ച് എണ്ണ കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശുദ്ധമായ തേങ്ങ ആട്ടി കിട്ടുന്ന എണ്ണയാണെങ്കിൽ അത് അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പതുക്കെ ഒഴിച്ച് നമ്മൾ മറ്റൊരു സ്പൂൺ കൊണ്ട് വലിയ സ്പൂണിലുള്ള നമ്മുടെ സാധനം മാറ്റി കൊടുത്ത് വീണ്ടും കുത്തി പൊരിക്കലല്ലേ, കുത്തി തന്നെ പൊരിക്കല്ലേ. ഇത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് കുത്തി പൊരിച്ചതിന് ശേഷം കാണാം. ഗായ്സ്, ഞാനൊരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെസ്സി ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും റൊണാൾഡോ ഫാൻ ആണെങ്കിൽ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. കണ്ട, നല്ല മഞ്ഞ നിറത്തിൽ നമുക്ക് നമ്മുടെ കപ്പ മുട്ട കുത്തിപ്പൊടിച്ചത് തയ്യാർ. നമുക്കിനി ടേസ്റ്റ് ചെയ്യേണ്ട ചടങ്ങ് കൂടിയില്ലേ. നമുക്കിനി പതുക്കെ ആ ചടങ്ങിലേക്ക് കൂടി കടക്കാം. അടിപൊളി ടേസ്റ്റ്, ചൂടിലല്ലോ എന്നാലും സൂപ്പർ. മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം ഇഷ്ടമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും.
അടിപൊളിച്ചാണ്. നിങ്ങൾക്ക് ഇനി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ